ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഒടുവിൽ മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യ വീരോചിതമായ സമനില പിടിച്ചിരിക്കുന്നു. ഈ ഒരു സമനില എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഒരു വിജയത്തേക്കാൾ അല്ലെങ്കിൽ ഒരു വിജയത്തോടൊപ്പം തന്നെ മധുരം നൽകുന്ന ഒന്നാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ 300 മേളിലൊരു ലീഡ് വഴങ്ങിയിട്ട് രണ്ടാം ഇന്നിങ്സിൽ പിന്നീട് ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ 0-2 എന്നൊരവസ്ഥ എഴുതുന്നു. അതായത് ആ ഓവറിൽ തന്നെ 2 വിക്കറ്റ് പോയിട്ട് ഒരു ഇന്നിങ്സ് തോൽവി മുഖാമുഖം കാണുന്നു. അവിടെ നിന്നാണ് 5 സെഷന് മേളിൽ ബാറ്റ് ചെയ്തിട്ട് ഇന്ത്യ ഈ മത്സരം സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് തീർത്തും അഭിമാനിക്കാവുന്ന ഒരു സമനില, ഒരു റിസൾട്ട് തന്നെയാണ് ഈ ഒരു ഡ്രോ എന്ന് പറയുന്നത്. അപ്പോൾ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ഒരു ശുഭ്മാൻ ഗില്ലിന്റെയും KL രാഹുലിന്റെയും ഒരു മനോഹരമായ ഒരു പാർട്ണർഷിപ്പാണ് ഇന്ത്യ ഒരു തകർച്ചയിൽ നിന്ന്, ഒരു 0-2 എന്ന നിലയിൽ നിന്ന് രക്ഷിച്ചത്. എന്നാൽ ഇന്നത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ ബാറ്റേഴ്സ് ക്രീസിൽ എത്തിക്കഴിഞ്ഞിട്ട് അവർക്ക് ആ ഒരു ക്രീസിൽ സെറ്റായ ഋതുത്തിൽ എത്താനായിട്ടൊരു ടൈം വേണം. അപ്പം അങ്ങനെ വന്നിട്ട് ആ ഒരു കോൺസെൻട്രേഷനൊക്കെ ആ ഒരു ഫോക്കസ് ഒക്കെ പ്രോപ്പർ ആക്കിയിട്ടാണ് ഒരു ലോങ് ഇന്നിങ്സ് കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഡേ ബ്രേക്ക് വരുമ്പോൾ തൊട്ടടുത്ത ദിവസം വന്ന് വീണ്ടും അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കളിക്കണം. അവിടെ ഇൻട്രോഡ്സ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായേക്കാമെന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അപ്പം ഇന്ന് ആ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കുറച്ച് നെർവി മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ ആ ഒരു 80 ഓട് റൺസ് എടുത്ത് നിന്നിരുന്ന രാഹുൽ 90 റൺസിന് പുറത്തായി. ഇവിടെ ആ ഒരു തുടക്കത്തിൽ ആ ഒരു പിച്ച് കുറച്ച് ട്രിക്സ് പ്ലേ ചെയ്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺഈവൻ ബൗൺസ്, അതായത് ഇപ്പോൾ ചില ബോൾസ് നോർമൽ ബൗൺസിന് പകരം അത് ബോൾ ലോ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പന്തിലാണ് KL രാഹുൽ പുറത്തായത്. അപ്പോൾ അതേവരെ നല്ല കാമൻ കമ്പോസ്ഡ് ആയിട്ട് കളിച്ചു വന്ന ബാറ്ററാണ്. അവിടെ അത് നമ്മൾ കോൺസെൻട്രേഷൻ ബ്ലിപ്പ് ഒന്നുമല്ല, അവിടെ നമുക്ക് രാഹുലിനെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല. ആ ഒരു പിച്ചിൻ്റെ ഇതുകൊണ്ടാണ് നമ്മുടെ KL രാഹുൽ പുറത്തായത്. അതിനുശേഷം ഗില്ല് സെഞ്ചുറി തികച്ചു. ഇപ്പോൾ ഗില്ലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് സീരീസിലെ സെഞ്ചുറികളുടെ എണ്ണത്തിൽ സാക്ഷാൽ ഡോൺ ബ്രാഡ്മാനോടും സുനിൽ ഗവാസ്കറോടും എത്താനായിട്ട് നമ്മുടെ ശുഭ്മാൻ ഗില്ലിനായി 4 സെഞ്ചുറികളാണ് ഈ സീരീസിൽ ശുഭ്മാൻ ഗിൽ അടിച്ചത്. അതിൽ തന്നെ ഒരു ഇരട്ട സെഞ്ചുറിയും പെടും. അപ്പോൾ ശുഭ്മാൻ ഗിൽ ആ ഒരു റെക്കോർഡ് കൈത്തി പിടിക്കാനായി. എന്നാൽ അതിനുശേഷം ഗില്ലിന്റെ വിക്കറ്റ് കൂടി നമ്മുടെ ഇന്ത്യക്ക് നഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നത് ജഡേജയാണ്. ഇപ്പോൾ ജഡേജയുടെ വിക്കറ്റ് അവിടെ നഷ്ടപ്പെടേണ്ടതായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ട് ആ ഒരു ക്യാച്ച് കളഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ ശുഭ്മാൻ ഗില്ലിന് തൊട്ടുപുറയായിട്ട് ജഡേജയും കയറി പോയിട്ട് വന്നേനെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പ്രശ്നമായേനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷഭ് പന്ത് തീർച്ചയായിട്ടും ബാറ്റ് ചെയ്യുമെങ്കിലും ആ ഒരു നമ്മുടെ ഒരു ഫുട്ട് ഇഞ്ചുറി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ താക്കൂറും പിന്നെ അങ്ങോട്ട് ഇന്ത്യയുടെ ആ ഒരു ലോങ് ടെയിലാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രശ്നം ഉണ്ടായേനെ. എന്നാൽ അവിടെ ആ ഒരു ഫീൽഡിങ്ങിൽ ഇംഗ്ലണ്ടിനുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ആ ഒരു ബ്ലിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് വാഷിംഗ്ടൺ സുന്ദർ ആയാലും രവീന്ദ്ര ജഡേജ ആയാലും വളരെ മനോഹരമായിട്ടാണ് ബാറ്റ് ചെയ്തത്. ഇപ്പോൾ ജഡേജയെ പറ്റി കൂടുതലായിട്ട് പറയേണ്ട കാര്യം തന്നെ ഇല്ല. ഇപ്പോൾ ഈ ഒരു മത്സരത്തിലെ ഫസ്റ്റ് ഇന്നിങ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിന് മുൻപ് കളിച്ച 4 ഇന്നിങ്സിലും ഹാഫ് സെഞ്ചുറി നേടിയ താരമാണ് ജഡേജ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇന്നിങ്സിൽ സെഞ്ചുറി നേടി. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ആയാലും നല്ല കാമൻ കമ്പോസ്ഡ് ആയ ബാറ്ററാണ്. വാഷിംഗ്ടൺ സുന്ദറും അർഹമായ ഒരു വെൽ ഡിസേർവ്ഡ് സെഞ്ചുറി തന്നെയാണ് നേടിയിരിക്കുന്നത്. ഇതിന് മുന്നേ വെറും 12 ടെസ്റ്റുകൾ മാത്രം കളിച്ചിട്ടുള്ള സുന്ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ഇന്നിങ്സുകൾ, അതായത് നമുക്കറിയാം ബ്രിസ്ബെയിനിലൊക്കെ സംഭവിച്ചത് നമുക്കറിയാം. അതായത് ഒരു നിരവധി സെഞ്ചുറി പാർട്ണർഷിപ്പുകളിലും നിരവധി ഹാഫ് സെഞ്ചുറി പാർട്ണർഷിപ്പുകളിലും പാർട്ടായിട്ടുള്ള ഒരു പ്ലെയർ ആണ് വാഷിംഗ്ടൺ സുന്ദർ എന്ന് പറയുന്നത്. സുന്ദർ നല്ല കാമൻ കമ്പോസ്ഡ് ആയിട്ട് തന്നെ കളിക്കുകയും മത്സരം, അതായത് ഇംഗ്ലണ്ട് തന്നെ അവസാനം അടുത്തു. ഇപ്പോൾ അവസാനം ആ കളി കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ, ഇങ്ങനെ വരുന്ന ടെസ്റ്റിൽ മത്സരത്തിന്റെ അവസാനം അവർ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ വേണമെങ്കിൽ അവർക്ക് സമനിലയ്ക്ക് പിരിയാം. അവിടെ ബെൻ സ്റ്റോക്സ് സമനിലയ്ക്കായി വന്നപ്പോൾ ആ ഒരു റിക്വസ്റ്റ് ഇന്ത്യ ടേൺ ഡൗൺ ചെയ്യുകയാണ്, ജഡേജ ടേൺ ഡൗൺ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ സമനില ഇപ്പോൾ ഓക്കെ അല്ല, കാരണം അവർ രണ്ടുപേരും സെഞ്ചുറി കരിയിൽ നിൽക്കുകയാണ്, 80+ സ്കോറിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു മൈൽ സ്റ്റോൺ തീർത്തിട്ടേ ഇനി സമനിലയ്ക്ക് പോകുന്നുള്ളൂ എന്ന് പറയുകയും അത് ഇംഗ്ലണ്ട് പ്ലേയേഴ്സിനെ, ബെൻ സ്റ്റോക്സിനെയും മറ്റ് പ്ലേയേഴ്സിനെയും കുറച്ചൊക്കെ അസ്വസ്ഥരാക്കുകയും ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ത്യ 0-2 പോയപ്പോൾ ഒരുപക്ഷെ വിജയം ഉറപ്പിച്ചതാണ്. എന്നാൽ അങ്ങനെയുള്ള ആ ഒരു ടീമിനെ 5 സെഷനോളം ഫ്രസ്ട്രേറ്റ് ചെയ്യുകയാണ് ഇന്ത്യ ചെയ്തത്. അതായത് വിജയം പ്രതീക്ഷിച്ചിരുന്ന അവർക്ക് പിന്നീട് ആ ഒരു വിജയത്തിൽ നിന്ന് ഒരു ഗ്രിപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ച കണ്ടു. തീർച്ചയായിട്ടും അവർ ഫ്രസ്ട്രേറ്റ് ആയതിൽ കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യക്ക് അവർ അത്രയും നന്നായിട്ട് കളിച്ചിട്ട് അവർ രണ്ടുപേരും വെൽ ഡിസേർവ്ഡ് 100 തന്നെയാണ്. ആ ഒരു സെഞ്ചുറി എത്തേണ്ടത് കാലത്തിന്റെ അനിവാര്യത എന്നൊക്കെ പറയുന്ന പോലെ തീർച്ചയായും ഡിസേർവ്ഡ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് തന്നെയാണ്. അവരതിനുവേണ്ടി ഓപ്റ്റ് ചെയ്തതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റിന് വലിയ ഗ്യാപ്പില്ല. അപ്പം ഒരു 5 സെഷന് മുകളിൽ ഫീൽഡിൽ നിന്നൊരു ടീമാണ്. അപ്പോൾ അവരുടെ കുറച്ച് എനർജി സേവ് ചെയ്യാന്നുള്ള കാര്യമേ സ്റ്റോക്സ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ പിന്നീടുള്ള ചെർപ്പിങ്ങും ആ ഒരു സ്ലെഡ്ജിങ്ങും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതാണ് ആ ഒരു അവസാന മണിക്കൂറിൽ സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ സീരീസ് എലൈവാക്കി നിർത്താനായിട്ട് ഇന്ത്യക്കായി. ഇനിയിപ്പോൾ അടുത്ത മത്സരം ഓവലിലാണ്. ഓവലിൽ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരമ്പര 2-2
ഇന്ത്യക്ക് ആ ഒരു ടൈല് പിരിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺടെസ്റ്റിൽ നോക്കുമ്പോഴും ഈ ഒരു സമനില എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ളൊരു റിസൾട്ടാണ്. ആ കാര്യത്തിൽ എന്തായാലും ഇന്ത്യക്ക് അഭിമാനിക്കാം. പ്രത്യേകിച്ച് ഏതൊരു കണ്ടീഷനിൽ നിന്നാണ്, ഏതൊരു സിറ്റുവേഷനിൽ നിന്നാണ് ഈ ഒരു ഡ്രോ വരെ എത്തിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് ഈ ഒരു ഇന്ത്യയുടെ ആ ഒരു കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഒരു ബലം നമുക്ക് മനസ്സിലാവുന്നത്, ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കിനി അവരുടെ സ്കോർസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 0-2 പോയി കഴിഞ്ഞിട്ട് പിന്നീട് വന്ന ഓരോ ബാറ്റേഴ്സും ഉത്തരവാദിത്തം കാണിക്കുകയും അതുപോലെ തന്നെ സ്കോർ ചെയ്യുകയും ചെയ്തു. പിന്നീട് KL രാഹുൽ 90 റൺസ് എടുത്തു, അതുപോലെ ശുഭ്മാൻ ഗിൽ 103. പിന്നീട് വാഷിംഗ്ടൺ സുന്ദറും ജഡേജയും അൺബീറ്റൻ സെഞ്ചുറീസ് ആണ് 101, 107. ഇപ്പോൾ ക്രിസ് വോക്സിനകത്ത് ഒരു 2 വിക്കറ്റ് കിട്ടി. പിന്നീട് ജോഫ്ര ആർച്ചറും ബെൻ സ്റ്റോക്സിനും ഓരോ വിക്കറ്റ് വീതമാണ് കിട്ടിയത്. അപ്പോൾ ആർച്ചറിന്റെ പന്തിലാണ് ജഡേജയുടെ ക്യാച്ച് കളഞ്ഞത്. പിന്നെ ഫീൽഡിൽ ഇംഗ്ലണ്ടിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇന്ത്യ ആദ്യത്തെ മത്സരത്തിൽ തോറ്റുപോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഗ്രൗണ്ട് ഫീൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെയും ആ ജഡേജയുടെ വിക്കറ്റ് അവിടെ പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലണ്ടിന് കുറച്ചുകൂടെ അനുകൂലമായേനെ, പക്ഷെ അവർ ചെയ്തില്ല. അപ്പോൾ ഫീൽഡിലെ മിസ്റ്റേക്സിന് തീർച്ചയായിട്ടും വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഈ സീരീസിൽ തന്നെ നമ്മൾ പലവട്ടം കണ്ടതാണ്. അത് ഇംഗ്ലണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇനി പിച്ചും, അതായത് ബോൾ സോഫ്റ്റ് ആയി കഴിഞ്ഞതോടെ പിച്ചും കുറച്ചുകൂടി ബാറ്റിങ്ങിന് അനുകൂലമായി. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ കാണിച്ച ട്രിക്സ് ഒന്നും പിച്ചിൽ കാണിച്ചില്ല. എങ്കിലും ഇപ്പോൾ പിച്ച് ഈസി ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ബാറ്റേഴ്സിൻ്റെ ആ ഒരു അച്ചീവ്മെന്റ് നമുക്ക് കണ്ടിൽ നിന്ന് അടിക്കാനാവില്ല. കാരണം ഇപ്പോൾ പിച്ച് എത്ര ബാറ്റിംഗ് സിമ്പിൾ ആണെന്ന് പറഞ്ഞാലും ആ ഒരു സമ്മർദ്ദത്തിൽ കളിക്കുക, പ്രത്യേകിച്ച് ഋഷഭ് പന്തിന്റെ ആ ഒരു ഇഞ്ചുറിയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ടൊരു ഇതില്ല, ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് ഇല്ല. പിന്നെ താക്കൂറൊക്കെയാണ് ഇറങ്ങാനുള്ളത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിൽ കളിച്ച് മത്സരം ക്ലോസ് ഔട്ട് ചെയ്യുക, ഡ്രോ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു ഫീറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇനി പിച്ച് പക്ക ഫ്ലാറ്റായി പോയി എന്ന് പറഞ്ഞാലും ആ ഒരു അച്ചീവ്മെന്റിൽ നമ്മൾ പിന്നോട്ട് അതായത് ആ ഒരു അച്ചീവ്മെന്റ് കുറച്ച് കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ആദ്യത്തെ നമ്മളിപ്പം ഈ റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2-ാമത്തെയും 3-ാമത്തെയും ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരാശ നിറഞ്ഞ ദിവസമായിരുന്നു. എന്നാൽ 4-ാമത്തെ ദിവസം വന്നപ്പോഴത്തേക്ക് കുറച്ച് പ്രതീക്ഷകളൊക്കെ തന്നു. 5-ാമത്തെ ദിവസം ഇന്ത്യ മനോഹരമായിട്ട് തന്നെ കളിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഒരടിക്ക് തിരിച്ചടി എന്ന നിലയിൽ ഇന്ത്യ ആ ഒരു മത്സരം തിരികെ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇതെന്തായാലും വിജയത്തോളം തന്നെ പ്രാധാന്യമുള്ളൊരു ഡ്രോ ആണ് ഇന്ത്യക്ക്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതിൽ കുറ്റങ്ങൾ പറയാനാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ഡിഫെൻസീവായിട്ടുള്ള ആ ഒരു ടീം സെലക്ഷൻ ആയാലും ഫീൽഡിലെ പാളിച്ചകളായാലും അതൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊത്തത്തിലൊരു റിവ്യൂ ചെയ്യുമ്പോൾ പറയാം. കാരണം ഇപ്പം സന്തോഷിക്കാവുന്ന, തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പ്രശ്നങ്ങൾ വീണ്ടും മിക്സ് ചെയ്യേണ്ടതില്ല. അപ്പോൾ അതെന്തായാലും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ എന്തായാലും ഇന്ത്യക്ക് ഒരു സമനില പിടിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അതെന്തായാലും നടന്നു. അപ്പോൾ കൂഡോസ് ടു ജഡേജ, വാഷിംഗ്ടൺ, ശുഭ്മാൻ ഗിൽ ആൻഡ് KL രാഹുൽ. അവരുടെ ആ ഒരു കൂട്ടായ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഇന്ത്യക്ക് സമനില യാഥാർത്ഥ്യമായത്. അപ്പോൾ എന്തായാലും ഈ മത്സരത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ദിവസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ടെസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.